കൊടുകുത്തി നിവാസികൾക്ക് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ വക ഭീതിജനകമായ പുതുവത്സര സമ്മാനം. അമിതമായ വൈദ്യുതി പ്രവാഹത്തെ തുടർന്ന് ഈ പ്രദേശത്തെ 100-ലധികം വീടുകളിലെ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ കത്തിനശിച്ചു. സ്വകാര്യ മൊബൈൽ ടവറിന്റെ സുഗമമായ പ്രവർത്തനത്തിനായി ജനവാസ കേന്ദ്രത്തിന് സമീപത്തെ KSEB ട്രാൻസ്ഫോമറിന്റെ ആംബിയർ കൂട്ടിയതാണ് ദുരന്തത്തിന് കാരണമായത്. ഉച്ചയോടെ വീടുകളിൽ പണികൾ തീർത്ത് സ്വസ്ഥമായി TV കണ്ടുകൊണ്ടിരുന്ന ഒട്ടുമിക്കവരുടെയും TV ഉൾപ്പെടെയുള്ള നിരവധി ഇലക്ട്രിക്കൽ ഉപകരണങ്ങളാണ് അമിതമായ വൈദ്യുതി പ്രവാഹത്തെ തുടർന്ന് കത്തിനശിച്ചത്. മിക്ക വീടുകളിലും സമാനമായ സംഭവം അരങ്ങേറിയതോടെ ഭീതിയിലായ ജനം വീടുകൾ പൂട്ടി റോഡുകളിൽ അഭയം തേടുകയായിരുന്നു. തുടർന്ന് KSEB ജീവനക്കാരുടെയും മാധ്യമപ്രവർത്തകരുടെയും സാന്നിധ്യത്തിലാണ് വീടുകൾ തുറക്കാൻ പോലും ചിലർ തയ്യാറായത്. സംഭവം അറിഞ്ഞ സ്ഥലത്തെത്തിയ ഇലക്ട്രിസിറ്റി ബോർഡ് AIക്ക് ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ പോലും കഴിഞ്ഞില്ല. ധാരാളം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ സ്ഥലത്ത് വോൾട്ടേജ് ക്ഷാമം അനുഭവപ്പെടാത്ത സാഹചര്യത്തിൽ സ്വകാര്യ മൊബൈൽ ടവറിന്റെ സുഗമമായ പ്രവർത്തനത്തിനു വേണ്ടി മാത്രം ട്രാൻസ്ഫോമർ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ KSEB പാലിക്കേണ്ട സാങ്കേതിക മുൻകരുതലുകൾ എടുക്കാതിരുന്നതാണ് ഈ ദുരന്തത്തിന് കാരണമായത്. ടവറുകാർക്ക് വേണ്ടല്ലേ? ഓ, അത് ശരി. നിങ്ങൾക്ക് ഓൾറേഡിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു പറഞ്ഞു, അങ്ങനെ ഉണ്ടായിരുന്നോ? ഞങ്ങൾക്ക് ഇവിടെ ഓൾറേഡിന്റെ പ്രശ്നമൊന്നുമില്ല. ഓൾറേഡിന്റെ പ്രശ്നം ഉണ്ടായിരുന്നെന്ന് നമ്മൾ ആരോടും പറഞ്ഞു. ഓൾറേഡ് കുറവുണ്ടെന്ന് മാറ്റി വെച്ചെന്ന് പറഞ്ഞു. പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അത് പബ്ലിക്കിനെ അറിയിച്ചിട്ടല്ലേ ഇത്. ഇതൊക്കെ നിയമങ്ങളില്ല, അറിയാവുന്നവരല്ല. ഞങ്ങളെ പ്രത്യേകിച്ച് പറഞ്ഞു ഇതൊക്കെ നിയമങ്ങളില്ല. നിയമങ്ങളില്ല. ഇത് ആനകൾ തോന്നി സാധനം കരുതുന്നതാണ്. ആള് ഭയങ്കര എന്ത് ചെയ്തേനെ രീതിയിലുള്ള പരിപാടി ചെയ്തോണ്ടിരിക്കുന്നത് വീട്ടിലുണ്ടെന്ന് ഞങ്ങൾ പോയിട്ടുണ്ട്. ഐഡിയയുടെ 3000 എന്ത് ചെയ്ത് കണക്കുള്ളതാണ്. ഐഡിയ വേറെ വോൾട്ടേജ് ക്ഷാമം ഉണ്ടായിരുന്നു. പരാതി കൊടുത്തിട്ട് പോലും ഉണ്ടായിട്ടുമില്ല. വോൾട്ടേജിന്റെ വിഷയങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇവിടെ ട്രാൻസ്ഫോമർ കാരണം അപ്പുറം ഇല്ല. ടവറിന് വേണ്ടിയിട്ട് അവര് ടവറുണ്ട്. അതിൽ ടവറിന് വേണ്ടിയിട്ട് ഓൾറെഡി റേസ് ചെയ്ത് നമ്മളിപ്പോ ഇങ്ങനെ പോകുന്നപ്പോ കണ്ടില്ല സാർ ഒരു ടവർ. ടവർ ഒരെണ്ണം കാണിച്ചാൽ പോലും സാറേ അങ്ങ് പോകുന്ന ആ ടവർ ഇവിടുന്ന് മറ്റേ കിട്ടും. ഈ ടവർ തന്നെ എപ്പോഴായതുകൊണ്ട് കുത്തിയെന്നുള്ള കാരണം അപ്പൊ രാവിലെ വരെ പണി തുടങ്ങി. അപ്പൊ എല്ലാവരും ഓരോ ജോലികൾക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് തുടങ്ങിയപ്പോ തൊട്ട് ഇലക്ട്രിസിറ്റിയിലേക്ക് വിളിച്ചു പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് 1/4 മണിക്കൂർ ഇവിടെ കറണ്ട് ഉണ്ടായിരുന്നു. അവര് വന്നില്ല. അതുപോലെ തന്നെ നമ്മള് മെമ്പറെ വിവരം അറിയിച്ചു. ഞങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. വാർഡ് മെമ്പറെ ശരിക്കും വിവരം വന്നാലേ തന്നെ അറിയിച്ചത്. വാർഡ് മെമ്പർ കഴിഞ്ഞ മെമ്പർ ഇവിടെ വന്നു കഴിഞ്ഞു. സുകുമാരൻ നായർ മെമ്പർ ഓടി വന്നില്ലെന്നുകൊണ്ട് പറയാം. അയാൾ ചിലപ്പോ കഞ്ഞി കുടിക്കുക. ചിലപ്പോ നല്ല അടിച്ചു പോകാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. ഇതെങ്ങനെ ഒന്നും സംഭവിക്കുന്നതല്ല. അത്ര ആമ്പറുള്ളത് വേണ്ടായിരുന്നു. കാണാൻ പിന്നെ മുഴുവൻ മൊത്തം എവിടുന്നേലും മണമോ പുകയോ എന്തെങ്കിലും മണ്ണുണ്ടോ? ഒരു പരിവുണ്ട്. എവിടെയെങ്കിലും പിടിച്ചു
അത് ചിലപ്പോൾ ഉണ്ടാവും. പക്ഷേ ഇത് ഇപ്പം ഒരു 10 ഒരു വിഷയം ഒന്നാമത് ഇവിടെ ഉള്ളത് തീരെ പാവപ്പെട്ട ആളുകളും കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന ആളുകളാണ്. നിങ്ങളുടെ ടി വി വർക്ക് ചെയ്യുന്നുണ്ടോ? ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുക, ബാങ്കിൽ നിന്ന് ലോണത്തുണ്ടാക്കിയത് വരുമാനം മുഴുവൻ ഇവിടെ ഒരു വരുമാനം. വീടുകളെല്ലാം തീ വെക്കുമല്ലോ, സാധനങ്ങളൊക്കെ കത്തി ആളുകൾ ഇറങ്ങി ഓടുന്നു. വാർഡ് ഞങ്ങൾക്ക് അറിയില്ലേ എന്താ സംഭവിക്കണമെന്ന്. ഭൂകമ്പം പോലെയല്ല, ആളുകളെല്ലാം ഇറങ്ങി ഓടുന്നു. തീ കത്തി ഇവരൊന്നുണ്ടാകുന്ന കാര്യമില്ല. ഈ പോയ ലിസ്റ്റ് അത് വന്നായിരുന്നോ പുള്ളി? ഇവിടെ വന്നിട്ടില്ല അച്ചൻകുഞ്ഞ്. അവിടെ വന്ന കാര്യമില്ല, ഇവിടെ വന്നിട്ടില്ല അച്ചൻകുഞ്ഞ്. അച്ചൻകുഞ്ഞ് ഈ പരിസരത്തുണ്ടായിരുന്നു, വന്നിട്ടില്ല. ചോദിച്ചു ഇവരുടെ ഒരു ആരോപണമുണ്ട്, ഈ ടവറിന് വേണ്ടി ഇതിന്റെ ഇത് കൂട്ടിക്കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ ഇത് മാറ്റി സ്ഥാപിച്ചതെന്നൊരു ആരോപണം ഇവരുടെ ഈ ജനങ്ങളുടെ ഇടയിൽ നിന്ന് വന്നിട്ടുണ്ട്. അതിനെപ്പറ്റി എന്നാ പറയണേ? അറിയാമോ അതിനെപ്പറ്റി? അത് വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞല്ലോ. എന്ത് പറഞ്ഞു? അവർ ഈ 3 ടവറുകാരും അവര് 6 ലക്ഷം രൂപ ഇലക്ട്രിസിറ്റി ബോർഡിൽ അടച്ചിരുന്നുവെന്നും അതിന് ഇവർ കോട്ടേജ് ഇല്ലെന്നും പറഞ്ഞുള്ള ആ പ്രശ്നത്തിന് വേണ്ടിയിട്ടാണ് പുതിയ. അതായത് ടവറുകാർക്ക് വോൾട്ടേജ് ഇല്ല എന്ന ആക്ഷേപം കൊണ്ടാണ് ഇത് കൂട്ടിവെച്ചത് അല്ലേ? അങ്ങനെയാ പറഞ്ഞത്. ഈ പ്രദേശത്ത് ജനങ്ങളുടെ ഇടയിൽ നിന്നുള്ള ആവശ്യമല്ലായിരുന്നു. ജനങ്ങൾക്ക് കുഴപ്പമുണ്ടോ? നിങ്ങൾക്ക് വോൾട്ടേജ് ക്ഷാമം ഇല്ലെന്നല്ലേ പറഞ്ഞത്? ഇവിടെ നിലവിൽ വോൾട്ടേജ് ക്ഷാമം ഇല്ല. ഈ ടവർ വന്നതിന് ശേഷം ഉണ്ടാകുന്ന വോൾട്ടേജ് ക്ഷാമമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിന്റെ ഫലമായി ടവർ കമ്പനിക്കാരൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പം അവര് അതിന് പണക്കാർച്ച അവരായിരിക്കും അതിപ്പം ചെയ്യാൻ പറ്റില്ല. അതെ, അവിടെ വന്നപ്പോ സ്വാഭാവികമായിട്ട് അവര് ടവറിന് വേണ്ടി അവർ ഇതിന്റെ ആളുകൾക്ക് പ്രശ്നമില്ല. പരിപാടി നടക്കുന്നില്ല. അതുകൊണ്ട് ഇത് വോൾട്ടേജ് കൂട്ടിയപ്പോഴത്തേക്കും വോൾട്ടേജ് കൂട്ടുമ്പോൾ ഉണ്ടായ സംഭവത്തിന്റെ ഭാഗമായിട്ട് ഇതെല്ലാം പോയിരിക്കുന്നത്. കണ്ടോണ്ടിരിക്കുകയായിരുന്നു അന്നേരം ഒച്ച കേട്ടത്. ഇതിപ്പോ നമ്മൾ ഇതൊന്നും അറിഞ്ഞില്ലല്ലോ. കയറുന്നതിന് മുമ്പ് ഞങ്ങൾ ഇവരുടെ വീട്ടിൽ കയറി ഇവരോട് കയറണമെന്ന് പറഞ്ഞ് ഞങ്ങൾ കയറി നോക്കിയിട്ടാണ്. അല്ല എന്നാന്നറിയാ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു ഈ കൊത്തിനും പറഞ്ഞു ഇവിടെ ബോധ്യമായല്ലോ. അത് ഞങ്ങൾക്ക് ബോധ്യമായി, നിങ്ങൾക്കും ബോധ്യമായി കാണുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇപ്പൊ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞ വീട്ടിലാണ് ഞങ്ങൾ നോക്കിയത്. ഞങ്ങൾ ബോർഡിന്റെ ബോർഡ് സ്റ്റാഫ് വന്ന് കയറി, ഞങ്ങൾ കയറിയതിന് ശേഷമാണ് അവരെ വീട്ടിൽ കയറ്റിയത്. അപ്പൊ ആദ്യം കറണ്ട് അടിച്ചാൽ ഞങ്ങളല്ലേ ആവുള്ളൂ. ഞങ്ങൾ കയറിയതിന് ശേഷമാണ് നിങ്ങൾ ഇവരെ പിടിക്കുന്ന ആൾക്കാർ ഇത് അറിയണം. ഞങ്ങളുടെ പണി എന്നാന്നുള്ളത് ഞങ്ങളുടെ പണി നിങ്ങൾ അറിയുന്നില്ല. അറിഞ്ഞിട്ട് എന്നാ വേണേലും പറയാം. നമുക്ക്